കഴിഞ്ഞ ഒക്ടോബർ 8 അയച്ച മെസ്സേജാണ്. KSL റാങ്ക് 1 അനധി ബ്ലോഗ്സിലേക്ക് എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞ ആഗ്രഹമാണ്. നമുക്ക് ആഗ്രഹിക്കാമല്ലോ, ആഗ്രഹിക്കുന്നതിന് പരിധികളില്ല. അപ്പോൾ പക്ഷെ ഞാൻ ആദ്യം ഒഫീഷ്യലി വിളിക്കുന്നത് സാറിനെയാണ്. അത് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ബന്ധമല്ല. അത് സ്റ്റുഡന്റ് ടീച്ചർ എന്നതിനപ്പുറത്തേക്ക് അതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആയിരുന്നു കറക്കി കുത്തി എങ്ങനെ മാർക്ക് നേടാം. ഞാൻ PSC യിലേക്ക് വരുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ട് കിട്ടാത്ത മാർക്ക് എങ്ങനെയാണ് ഒരാളെ കറക്കി കുത്തി നേടുന്നത്. എന്നാൽ പിന്നെ ഒന്ന് കണ്ടുകളയാം. അതാണ് വീഡിയോയുടെ തുടക്കം. മാനിഫെസ്റ്റേഷൻ അതിന് ഇത്രയും പവർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു വ്യക്തി സാറും കൂടെയാണ്. അപ്പോൾ ഈ സാറിന് ഞാൻ ഫോർമലി വിളിക്കുന്നതാണ് അറിയാം. മിസ്റ്റർ ദേവനാരായണൻ. പക്ഷെ ഞാൻ ദേവനാരായണൻ എന്നാണ് വിളിക്കാറ്. അപ്പൊ വയ്യൻ. അതെ, അങ്ങനെ നമ്മുടെ വാക്ക് പാലിച്ചു. അന്ന് എനിക്ക് അയച്ച ആ ഒരു മെസ്സേജ് എന്റെ കടപ്പണി ഞാൻ കാണിക്കാം. സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ ഇന്നത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 8 അയച്ച മെസ്സേജാണ്. KSL റാങ്ക് 1 അനധി ബ്ലോഗ്സിലേക്ക് എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞ നമ്മുടെ KSന്റെ പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ബാച്ചിലെ ഏറ്റവും ആദ്യത്തെ മെമ്പേഴ്സിൽ ഒരാളായിരുന്നു ദേവനാരായൺ. അപ്പൊ ആ വാക്ക് പാലിച്ചു അല്ലേ? പൊളിച്ചു. അതൊക്കെയാണ് ഹീറോസ് അല്ലേ? ഹീറോസ് അല്ല, എനിക്ക് തന്നെ ഒരു പ്രോമിസ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം. അപ്പൊ ഒരു മോട്ടിവേഷൻ, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഐഡിയ കൊടുക്കുമെന്ന് അറിയാം. യെസ്. പക്ഷെ അത് സാധാരണ വേറെ എക്സാംസ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ടോപ്പ് റാങ്ക് ഹോൾഡർ ആയിരുന്നു, കേരള ബാങ്ക് റാങ്ക് ഹോൾഡർ ആയിരുന്നു, LSTDയിൽ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു. റാങ്ക് ലിസ്റ്റുകളുടെ തോഴനാണ് താങ്കൾ, നമുക്കറിയാം. പക്ഷെ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വാക്കായിട്ട് എനിക്ക് തന്നിട്ടില്ല. പക്ഷെ KSന് പോയപ്പം യു ആർ സോ കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ ബി ഇൻ ദ ലിസ്റ്റ്. അത് ഓക്കെ, പിന്നെ മനസ്സിലാക്കാം. യു ആർ സോ കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ ബി ദ റാങ്ക് 1. അതൊരു എന്താ പറയുക, വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ, പിന്നെ കട്ടയ്ക്ക് വേണ്ടി അതിന് വേണ്ടി വർക്ക് ചെയ്തു. യൂണിവേഴ്സ് അതിന് വേണ്ട സാഹചര്യം ഒരുക്കി തന്ന് റിവാർഡ് ചെയ്തു. അങ്ങനെ തോന്നുന്നുണ്ടോ? ഫിലോസഫി താത്വികമായിട്ടൊന്ന് അവലോകനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? റാങ്ക് 1 എന്നുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഇതിൽ ഇട്ടതാണ് റാങ്ക് 1 കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ. പക്ഷെ എക്സാം കഴിഞ്ഞ് ഞാൻ ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഒരു ടോപ്പ് 10 ഉണ്ടാവണം, ഒരു ടോപ്പ് 5 വരണം എന്നുള്ള ആഗ്രഹമാണ്. നമുക്ക് ആഗ്രഹിക്കാമല്ലോ, ആഗ്രഹിക്കുന്നതിന് പരിധികളില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. റാങ്ക് 1 എന്നുള്ളത് കണ്ടപ്പോൾ റിയലി സർപ്രൈസ്ഡ് ആൻഡ് ഐ എം ഫീലിംഗ് വെരി ഹാപ്പി. ഇപ്പൊ എങ്ങോട്ട് ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങളിൽ ഉറക്കമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ 30-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി രാത്രി ഉറങ്ങിയിട്ടില്ല. 31-ന് അതായത് ഇന്നലെ രാത്രി ഒരു 5 മണിക്കൂർ ഉറങ്ങാൻ പറ്റി. അപ്പോൾ 3 ദിവസത്തിൽ ഒരു 5 മണിക്കൂറാണ് ആകെ. ഇപ്പോഴും ചെറിയൊരു തലവേദനയും ആ ഒരു ഇതുണ്ട്. എന്റെ കണ്ണില് ആ ഒരു ക്ഷീണം ഉണ്ടാവാൻ ചിലപ്പോൾ. കുറച്ച് ടയർഡാണ് കണ്ടാലും അറിയാം. ഈ ഒരു സിറ്റുവേഷൻ അങ്ങ് ഉറങ്ങാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എനിക്കും ഉള്ള ഏറ്റവും ഒരു വിഷമം എന്ന് വെച്ചാൽ ഈ ന്യൂസ് അറിയുന്ന സമയത്ത് എന്നെ റാങ്ക് ലിസ്റ്റ് ഒന്ന് തന്നെ വീഡിയോ കോൾ ചെയ്തായിരുന്നല്ലോ. ആ സമയത്ത് ഞാനവിടെ ഇന്തോനേഷ്യയിലെ ബാലിയിലായിരുന്നു. അവിടെ മാൻ ബാറ്റർ എന്ന് പറയുന്ന ഒരു വോൾക്കാനോ ഉണ്ട്. അവിടെ പോയി ട്രക്ക് ചെയ്ത് വിശന്ന് വരഞ്ഞ് കിളിയൊക്കെ പോയി അബോധാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത്, സർ KS റാങ്ക് 1 ഉണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ബിക്കോസ് ആ KSന്റെ റിസൾട്ട് ഇന്ന് ഫെബ്രുവരി 15 ഫെബ്രുവരി 16 പറയുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കണക്കാക്കി ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ നാണ്ട റിസൾട്ട്. എനിക്ക് ഞാൻ പറ്റിക്കാൻ പറയുന്നതാണ്, പക്ഷെ നീ എന്നെ പറ്റിക്കാൻ പറയാറില്ല. അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്താ പറയാ, ഈ കാലിന്റെ തടിയുന്ന ഒരു ഇലക്ട്രിസിറ്റി വരാന്നുള്ള ഫീലിംഗ് അല്ലേ, അതാണ് വന്നത്. ഞാൻ റിസൾട്ട് വന്നിട്ട് ആദ്യം വീഡിയോ കോൾ ചെയ്യുന്ന അച്ഛനെയാണ്. അച്ഛൻ കടയിലാണ്. അപ്പൊ രണ്ടാമതല്ല, അച്ഛനെ ഭാഗമാണ് ഫാമിലിയുടെ. പക്ഷെ ഞാൻ ആദ്യം ഒഫീഷ്യലി വിളിക്കുന്നത് സാറിനെയാണ്. അത് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ബന്ധമല്ല. അത് സ്റ്റുഡന്റ് ടീച്ചർ എന്നതിനപ്പുറത്തേക്ക് അതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ രാത്രി 2 മണിയായാലും 4 മണിയായാലും, മാത്രമല്ല ചാനലിലെ കുറച്ച് തംബ്നെയിൽസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചാനലിലെ പല തംബ്നെയിലും ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ ട്രോൾസ്, അതൊക്കെ ഈ ഒരു സത്യം പറയല്ലേ, ചില സത്യങ്ങൾ പറയാതിരിക്കുന്നതാണ്.
അപ്പോൾ ഒരുപാട് ആ ഒരു ട്രോള് തന്നെയാണ് എന്റെ ട്രോളുണ്ട്, അല്ല സോറി എന്നെ ട്രോളല്ല, ഏറ്റവും അധികം നമ്മുടെ തോന്നിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ട്രോളും അതുപോലെ തന്നെ തംബ്നെയിൽ ഉണ്ടാക്കുന്നതായിരുന്നു എന്റെ ഒരു ഹോബിയായിട്ട് ഞാൻ ബയോഡാറ്റയിൽ വെച്ചത്. Yes. ഇപ്പൊ ഈ 1857 റിവോൾട്ടിൻ്റെതായാലും ആ. പല വൈസ് റോയ്സ് അങ്ങനെയുള്ള അല്ല, എന്റെ ഏറ്റവും നല്ല തമ്മിൽ 1850s റിവോൾട്ടിനെയാണ് കേട്ടോ. എന്നെ ഒരു പട്ടാളക്കാരന്റെ ഫേസിലൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്ത തമ്മിലാണ്. ആ തമ്മിലെ സൃഷ്ടാവ് ഇദ്ദേഹമാണ് കേട്ടോ. എന്തായാലും ഒരു വലിയ ക്രെഡിറ്റ് ഞാൻ എടുക്കുകയാണ്. ഒരുപാട് ആസ്പിറൻസിന് സഹായമാകുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അനുദീപ് സാറ് കോണ്ടാക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ പുള്ളി അങ്ങനെ റിയൽ ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ അതിന്റെ പരിഹാരം കൂടിയാണ്. അതെ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, പിന്നെ എങ്ങനെ എത്തും? അത് വിധിയുടെ വിളയാട്ടം. അല്ലെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾ വളരെ അയൽക്കാരാണ്. ഇദ്ദേഹം കിളിമാനൂരാണ്, ഞാൻ കൊട്ടാരക്കരയാണ്, വളരെ അടുത്തായിരുന്നു. സ്റ്റിൽ ആ ഒരു മൊമെന്റിൽ ഞങ്ങൾ രണ്ടും എന്താ പറയുക, രണ്ട് രാജ്യത്ത് ആയിപ്പോയി. അത് സാരമില്ല, പക്ഷെ ഇപ്പം കാണാൻ പറ്റിയല്ലോ. അതാണ്. മാത്രമല്ല, ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്ന ഉടനെ എല്ലായിടത്തും ചറവറ ടോപ്പേഴ്സിന്റെ വീഡിയോ, ടോപ്പേഴ്സിന്റെ പോസ്റ്റർ എല്ലാം. പിന്നെ ഞങ്ങൾ റിലാക്സ് ചെയ്തിരുന്നു, നമുക്ക് ഒന്നിനും ധൃതിയില്ല. ഞാൻ ഒരു ദിവസത്തിന് ശേഷമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉള്ള മെമ്പേഴ്സിൻ്റെ പേര് തന്നെ പോസ്റ്റേഴ്സ് ആയിട്ട് യൂട്യൂബിൽ അവിടെ പബ്ലിഷ് ചെയ്തത്. because അതിന് സമയം ഉണ്ടെന്നുള്ള ചിന്തയായിരുന്നു അത്. പിന്നെ എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? എനിക്ക് തോന്നുന്നു എക്സ്റ്റസി എന്ന് പറയുന്നത് ഹാപ്പിനെസിന് മുകളിലാണ് എക്സ്റ്റസി എന്നൊരു ഫീലിംഗ്. ആ എക്സ്റ്റസി കൂടി കഴിയുമ്പോൾ പിന്നെ ഒരു മരവിപ്പാണ് അല്ലേ? ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണോ? അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നെയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറ് വന്നിരുന്നു. ആ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഒരു മിനിസ്റ്ററോടൊപ്പം ഇത്രയും അടുത്തിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് തൊടുക, ഷേക്ക് ചെയ്യുക. അല്ല, അതിൽ എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ട് സല്യൂട്ട് ചെയ്യുന്നൊരു മിനിസ്റ്റർ അദ്ദേഹമാണ്. അത് ദേവൻ അദ്ദേഹം വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. ദേവൻ എന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിന് തിരുത്തി പരിചയപ്പെടുത്തി. അപ്പം ഒരു സല്യൂട്ട് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി. ഇപ്പോൾ ശരിക്കും എന്താണ് ആ ഒരു ഫീലിങ്ങിന്റെ പീക്ക് പോയിന്റിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഗ്രാജുവലി ഡിക്ലൈൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം, വളരെ വളരെ സന്തോഷം. വളരെ ഒരുപാട് നാള് കഷ്ടപ്പെട്ടു മാത്രമല്ല ഇഷ്ടപ്പെട്ടും ആണ് പഠിച്ചത്. അതെ, അതായത് ഡൺ അല്ല, ദിസ് ഈസ് എ ന്യൂ ബിഗിനിങ്. എല്ലാത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്ന പോലെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദേവൻ സിവിൽ സർവീസ് ഇന്റർവ്യൂ ഇപ്പം കഴിഞ്ഞ വർഷം മെയിൻസ് എഴുതിയിരുന്നു. അടുത്ത സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്റർവ്യൂ ഡാഫ് ഫില്ല് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ കറണ്ട് എംപ്ലോയ്മെന്റ് ഫില്ല് ചെയ്തൊരു കോളമുണ്ട്. അവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ എന്ന് ഫില്ല് ചെയ്തിട്ട് അടുത്ത UPSC ഇന്റർവ്യൂവിന് പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ദേവനത് മാത്രമല്ല, നമ്മുടെ UPSC ആസ്പിറേഷനുള്ള AS ബാച്ച് സ്റ്റുഡൻസിനൊക്കെ ഞാൻ പറയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ഞാൻ കുറച്ച് കൂടുതൽ പറയുമായിരുന്നു. അപ്പോൾ എന്തായാലും അത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ. അതിന് ഇത്രയും പവർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു വ്യക്തി സാറും കൂടെയാണ്. അപ്പോൾ ഈ സാറെന്ന് ഞാൻ ഫോർമലി വിളിക്കുന്നതാണ് അറിയാം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു പവർ ഉണ്ട്. മാനിഫെസ്റ്റേഷൻ കാണാൻ എന്നെ പഠിപ്പിച്ചൊരു വ്യക്തി അശാൻ കൂടിയാണ്. അതും കൂടെ ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ വയ്യ. അതെ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എൻ്റെ ലൈഫിനെ എല്ലാം ഏറ്റവും അധികം ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഫിലോസഫി അതാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു റിലീജിയനും അത് തന്നെയാണ്. മാനിഫെസ്റ്റ് ചെയ്യുക, തത്വമസി എന്ന് പറയുന്നത് അല്ലേ? ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ തന്നെയാണ് ക്രിയേറ്റേഴ്സ്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അത് മാനിഫെസ്റ്റ് ആവും. അത് യൂണിവേഴ്സൽ ലോ ആണ്. ഞാനത് പല ആൾക്കാരും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ ഇങ്ങനെ എന്താ തലയ്ക്ക് വട്ടാണെന്ന് ആലോചിക്കും. പക്ഷേ ചില ആൾക്കാരത് ഉൾക്കൊള്ളും. പക്ഷെ അത് അവരുടെ ലൈഫിനെ ഭയങ്കര പോസിറ്റീവായിട്ട് മാറ്റിയത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈഫിനെ മാറ്റി വെച്ചൊരു കാര്യമാണത്. എനിക്കൊന്ന് പണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ ക്ലാസ്സുകളൊക്കെ ആദ്യമേ കാണുമ്പോൾ ഇദ്ദേഹം ഇത് എന്ത് വട്ടാ പറയുന്നതെന്നാണ് ആലോചിച്ചത് അല്ലേ? ഫസ്റ്റ് അങ്ങനെ ചിന്തയില്ലായിരുന്നു. അത് ഞാൻ മുന്നേ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ തംബ്നെയിൽ ഇങ്ങനെയായിരുന്നു, കറക്കി കുത്തി എങ്ങനെ മാർക്ക് നേടാം. അപ്പോൾ ഞാൻ PSCയിലേക്ക് വരുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ട് കിട്ടാത്ത മാർക്ക് എങ്ങനെയാണ് ഒരാൾ കറക്കി കുത്തി നേടുന്നത്. എന്നാൽ പിന്നെ ഒന്ന് കണ്ടു കളയാം. അതാണ് വീഡിയോയുടെ തുടക്കം. ഒരു പുച്ഛത്തോടെ കണ്ടു ചെറുതായിട്ട്. അപ്പോൾ മനസ്സിലായി എങ്ങനെയാണ്. അത് സാറ് പറഞ്ഞത് എന്തായാലും നന്നായി. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തതിൽ എല്ലാ സ്ഥലത്തും ഞാനിങ്ങനെ പറയും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഇഷ്ടമാണ്. അത് ഇഷ്ടമാക്കി തന്ന ഒരു വ്യക്തി താങ്കളാണ്. അത് എവിടെയും ഞാൻ പറയാൻ തയ്യാറാണ്. ഞാനതിൽ വളരെ അഭിമാനം കൊള്ളുന്നു. ആ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൂടി വന്നപ്പോഴാണ് പഠനത്തിനൊരു പുതിയ ഡയമെൻഷൻ വരുന്നത്. നമ്മൾ ഓപ്ഷനിൽ നിന്ന് ശരി ഉത്തരം മാത്രമേ കാണാൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ തെറ്റായ ഉത്തരത്തെ കണ്ട് എലിമിനേറ്റ് ചെയ്ത് ശരിയിലേക്ക് എത്തുക എന്നുള്ള രീതി മാത്രമല്ല, ഒരുപാട് ഞാൻ അങ്ങനെ MCQയിൽ പതുക്കെ MCQമായ ഒരു പ്രണയം, നിരന്തരം MCQ ചെയ്യുന്ന ലഹരിയിൽ. അതെ തീർച്ചയായും. ആ ഒരു കാരണം MCQ
MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്തില്ലെങ്കിൽ പഠനം ഒരു പ്രത്യേകിച്ച് PSC പ്രിലിംസ് അല്ലെങ്കിൽ PSC ഇപ്പോൾ കേസ് ഒഴികെയുള്ള ബാക്കി എക്സാംസ് അതൊക്കെ OMR ആണല്ലോ. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് തീർച്ചയായും സിവിൽ സർവീസ് പ്രിലിംസിലും ഈ പറയുന്ന എലിമിനേഷൻ തന്നെയാണ്. ഒരു കോക്കോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോക്കോ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്കോർ തമ്മിലുള്ള നല്ല ലോജിക്കാണ്. അതിനെപ്പറ്റി നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അത് ഭയങ്കര ലോജിക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതെനിക്ക് ഇനി എന്ത് പറയണമെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച്. അതാണ് അല്ല, ഇത് ഈ പറയുന്ന പോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴത്തേക്കേ യൂണിവേഴ്സ് നമുക്ക് കുറച്ച് ചവിട്ടുപടി ഇട്ടുതരും. അത് നമ്മൾ എന്താ പറയാ, അത് പുസ്തകത്തിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയുടെ രൂപത്തിലാവാം. അത് മുൻവിധിയില്ലാതെ കാണുക, സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അല്ലേ? യെസ്. അതിനുശേഷം എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. ആ ഒരു ഗാന്ധിജിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഈ ന്യൂസ് പേപ്പർ എഴുതിയത് ഏത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്വരാജ്. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല വീഡിയോയിലെ കോണ്ടന്റ് എന്താണെന്ന്. പക്ഷേ ഗാന്ധിജി അപ്പോൾ ഇന്ത്യയിലില്ല. പിന്നെ എങ്ങനെ ഇന്ത്യയെ കുറിച്ചൊരു ന്യൂസ് പേപ്പർ എഴുതുന്നു? ഹിന്ദ് സ്വരാജിനെ പറ്റിയുള്ള ചോദ്യം. അത് ശരിക്കും അവിടെയാണ് ചിന്ത തുടങ്ങുന്നത്. ശരിയാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുമ്പോൾ അന്ന് പേടി സ്വപ്നമാണ്. PSCയുടെ ഡിഗ്രി പ്രിലിംസ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ആദ്യം. പക്ഷെ അതെ, പഠിച്ചില്ലെങ്കിലും ഇതിൽ സ്കോപ്പ് ഉണ്ട്. പഠിക്കണം, ഒബ്വിയസ്ലി ബെയർ മിനിമം കണ്ടന്റ് ഉണ്ടാവണം. പക്ഷെ അവിടെ അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നൊരു കിട്ടി. അതേ കാര്യം ഹാർഡ് വർക്കിനൊപ്പം നമ്മൾ സ്മാർട്ട് വർക്കും ചെയ്യണം. വെറുതെ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒന്നല്ല ഒരു ബ്യൂറോക്രാറ്റിക് പൊസിഷൻ എന്ന് പറയുന്നത്. അതിന് ഒരു ബ്യൂറോക്രാറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. എൻ്റെ ഓഫ് ദി ഡേ അല്ലാതെ പണ്ഡിതന്മാരല്ല ബ്യൂറോക്രാറ്റ്സ് ആവുന്നത്. അവർക്ക് നല്ല നോളജ് വേണം, ഡെപ്ത് വേണം, ബട്ട് ദേ ആർ നോട്ട് അക്കാഡമിഷ്യൻസ്. അങ്ങനെയാണെങ്കിൽ കോളേജ് പ്രൊഫസേഴ്സിനെയോ അല്ലെങ്കിൽ PhD സ്കോളേഴ്സിനെയോ ബ്യൂറോക്രാറ്റ്സ് ആക്കിയാൽ മതിയല്ലോ. ബ്യൂറോക്രാറ്റ് ഷുഡ് ബി സമൺ ഹു ക്യാൻ തിങ്ക് പ്രാക്ടിക്കലി, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ സ്മാർട്ട് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ടെക്നോളജി വന്നതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ AI ടൂൾസ് ആണെങ്കിൽ പോലും ഇന്ന് AIക്ക് ചെയ്തു തരാൻ ഒരുവിധം അക്കാഡമിക്കലി കുറേ കാര്യങ്ങൾ പറ്റും. പക്ഷേ അവിടെ ആവശ്യം പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനാണ്. അതായത് AIക്ക് ചെയ്തു തരാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഹാർഡ് എന്നതിന് അപ്പുറത്തേക്ക് സ്മാർട്ട്, അതാണ് ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ സ്മാർട്ട് ഗവേണൻസിന്റെ കാലഘട്ടമാണ്. അപ്പോൾ സ്മാർട്ട് വർക്ക് എപ്പോഴും അത് തന്നെയാണ് ഹാർഡ് വർക്കിനോടൊപ്പം വേണ്ടത്. രണ്ടും കൂടെ ഒരു ബാലൻസിൽ പോവുക, അതാണ്. അതെ, അതായത് സിമ്പിളി ഇത്രയേ ഉള്ളൂ. PP പഠിച്ചില്ലെങ്കിൽ പൊട്ടും എന്ന് പറയുന്നത്. PP എന്ന് പറയാം, പഠിച്ചില്ലെങ്കിൽ പൊട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്ക് ചെയ്തേതാനും പൊട്ടും. വിച്ച് മീൻസ് നന്നായിട്ട് പഠിക്കുക, അറിവ് സമ്പാദിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇവൻ അറിയാത്തൊരു ചോദ്യം, എത്ര പഠിച്ചാലും നമ്മൾ അറിയാത്ത ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ രീതി എങ്ങനെയാണ്, അറിയാത്തൊരു ചോദ്യം വന്നാലും അതിനെ എങ്ങനെ സ്മാർട്ടായിട്ട് ടാക്കിൾ ചെയ്യണം എന്നുള്ള സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ധാരാളം യൂട്യൂബ് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പരീക്ഷാ തന്ത്രങ്ങൾ എന്നൊരു പ്ലേലിസ്റ്റ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് സെറ്റാക്കി കിട്ടും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റാങ്ക് കൂടുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ്.